ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്തൊരു കേക്കിൻ്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു മിനി മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ഓർഡർ തന്ന ആ കുട്ടിക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണിത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 5 കിലോൻ്റെ ബട്ടർ സ്കോച്ച് കേക്കിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ പണി കിട്ടിയ കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം നമ്മൾ സ്പോഞ്ചൊക്കെ തലേദിവസം രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്പോഞ്ച് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നടുഭാഗം അങ്ങനെ ഒരു ഭയങ്കര നനവും ഒരു കുഴിഞ്ഞ പോലെ. പക്ഷെ ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ ഒട്ടണ പോലെയൊക്കെ ആയി. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ക്രം കോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അത് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് വെച്ചിട്ട് രാത്രിയിലാണ് പിന്നെ വേറൊരു സ്പോഞ്ച് റെഡിയാക്കി ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്. കാരണം ഇതൊന്നിച്ചൊരു ബോർഡിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത കാരണം 3 ചെറിയ ചെറിയ ബോർഡിലാക്കിയിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വലിയ ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന അന്ന് കാലത്താണ്. അപ്പോൾ നമുക്കൊരു 10:30 ഇത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഒരു 8 മണിക്ക് തന്നെ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വലിയ ബോർഡിൽ സെറ്റ് ചെയ്ത കേക്ക് പിന്നെ നമുക്ക് എന്തായാലും ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ക്രീം തലേ ദിവസം തന്നെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ തന്നെ വെച്ചത്, ഫ്രീസറിലല്ല. ഇനി ഓരോ കേക്കും നമുക്ക് വലിയ ബോർഡിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ താഴ്ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമുക്ക് വേണ്ട ഭാഗത്തായിട്ട് നമുക്കിത് നല്ലൊരു സ്ക്വയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കൂടുതൽ വന്ന ഭാഗത്തു നിന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കുറവുള്ള ഭാഗത്തൊക്കെ നമുക്ക് വെച്ചൊട്ടിച്ച് ഒപ്പിക്കൽസൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ചെയ്യണ സമയത്തൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ഇത് നല്ല രീതിയിലൊന്ന് വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റണേ, ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റണേന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ ഒരു തകരാറും കൂടാതെ അവരെ കയ്യിൽ എത്തണേ എന്നുള്ളത് ഇതായിരുന്നു. അവർ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇത്ര തന്നെ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ മുഴുവൻ വീഡിയോ കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര സേഫായിട്ട് അവരെ കയ്യിൽ എത്തിച്ചതെന്നും കൂടെ കാണാം. ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടും കണ്ടിട്ടുണ്ടല്ലോ, ചില കേക്കൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വിണ്ട് 2 പാർട്ടൊക്കെ ആയിട്ട് ആവണതൊക്കെ അതുപോലെയൊക്കെ ആവുമെന്നൊക്കെ. കാരണം നമ്മളിത് വീട്ടിൽ കട്ട് ചെയ്യുമെന്നല്ലല്ലോ, നമ്മൾ പുറത്ത് കൊണ്ടുപോവുകയല്ലേ. അപ്പം നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് ഈ സമയത്തൊക്കെ ഇത് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഈ ഓർഡർ എടുത്തേ മുതലേ ഒരു മനസ്സിനൊരു സുഖമില്ലായ്മ ഉണ്ട്. പിന്നെ ദിവസം എടുക്കും തോറും കൂടുതൽ ടെൻഷനായിരുന്നു. ഇതിൻ്റെ 2 ദിവസം മുമ്പേ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ കേക്ക് അവരെ കയ്യിൽ കൊടുത്ത് വന്നിട്ടാണ് ഞാൻ അന്ന് ശരിക്കും ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഇവരുടെ ഈ ഓഫീസ് നമ്മളിവിടുന്ന് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓട്ടോക്കായ കാരണം ഒരു അരമണിക്കൂറിൻ്റെ മേലെ തന്നെ എടുത്തിട്ടുണ്ട് ട്രാവലിങ്. കാരണം പതുക്കെയാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വെട്ടും അമ്പോ ഒക്കെ ശ്രദ്ധിച്ചിട്ട്, കാരണം കയ്യിൽ ഇത്രയും ഒരു സാധനം ഇരിക്കണില്ലേ, അപ്പോൾ ഇതിന് നമുക്ക് സേഫായിട്ട് എത്തിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഫിനിഷ് ചെയ്യുന്ന ടൈമിലൊന്നും നമ്മൾ ടേൺ ടേബിളിൻ്റെ മുകളിലൊന്നല്ലല്ലോ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ജസ്റ്റ് ടേബിളിലല്ലേ വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വെയിറ്റ് ഒന്നും നമുക്ക് ടേൺ ടേബിൾ വെച്ചിട്ട് കറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റുഭാഗം ഓടി നടന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുറച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഇതുപോലൊരു ബോർഡർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് ലൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട്. കേക്കിൻ്റെ ടോപ്പിലായിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒക്കെ വലിയ കേക്കുകൾക്ക് അതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. പിന്നെ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇതുപോലെ ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അതോടെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ബ്ലാക്കും കേക്ക് വൈറ്റും ആയതുകൊണ്ട് ഈ ഷുഗർ ഷീറ്റ് ഇങ്ങനെ മെൽറ്റ് ആവുന്ന സമയത്ത് കേക്കിൽ അതിൻ്റെ ആ ബ്ലാക്ക് കളർ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫോണ്ടൻ കട്ടർ കൊണ്ട് ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു അരമണിക്കൂറുണ്ട്. പിന്നെ ഇനി അരമണിക്കൂറിനടുത്ത് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് AC തണുപ്പിച്ചിട്ട് AC റൂമിൽ ഇയാളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ബോക്സിലാക്കലാണ്. ബോക്സിലാക്കുന്ന സമയത്താണ് അതിലേറെ പണി കിട്ടിയത്. കാരണം നമ്മളെ ബോർഡും ബോക്സും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബോർഡ് വലുതും ബോക്സ് ചെറുതായിട്ടൊരു വലിപ്പക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡ് വെച്ചിട്ട് കേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ബോക്സ് മടക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ അതായി വരുന്നില്ല, ഒരു സൈഡ് മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് കേക്ക് എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മളിങ്ങനെ കാർട്ടൂണൊക്കെ ഇങ്ങനെ ഇതുപോലെ ഞാനിതാ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും നമുക്ക് മുൻകൂട്ടി നോക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഇത് ഷോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ ഈ ബോർഡും ബോക്സും ഇങ്ങനെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് വെച്ച് നോക്കുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ നമ്മളിത് ഈ ബോക്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലൊരു വെപ്രാളം കൂടുമല്ലോ. എന്നിട്ട് പിന്നെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ആക്കി പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ
ഒരു സൈഡ് മാത്രമായിട്ട് ഞാൻ ഒട്ടിക്കാൻ നോക്കി, അങ്ങനെ പറ്റാണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ടാപ്പ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ മൂടി വെക്കുന്ന ഭാഗം കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ 4 മൂലയിലും ഇങ്ങനെ ടാപ്പ് അടിച്ചിട്ട് നമ്മൾ അത് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഒരു കേക്കോട് കൂടി എല്ലാ ടെൻഷനും വിറയിലൊക്കെ മാറി. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. എന്തായാലും സേഫായിട്ട് അവരെ കയ്യിൽ ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ.